പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഏറെ മിടുക്കിയായ +1കാരിയായ പെൺകുട്ടി ബഹിരാകാശ ശാസ്ത്രജ്ഞയാകുക എന്ന തൻ്റെ സ്വപ്നത്തിന് വേണ്ടി കരാട്ടെ അഭ്യസിക്കാൻ ചെന്നപ്പോഴാണ് തൻ്റെ കരാട്ടെ അധ്യാപകൻ സിദ്ദീഖ് അലിയിൽ നിന്നും ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നത്. അത് വീട്ടിൽ പറയുകയും കരാട്ടെ ക്ലാസ്സിൽ പോകുന്നത് പെൺകുട്ടി നിർത്തുകയും ചെയ്യുന്നു. പിന്നീട് വാഴക്കാട് പോലീസ് സ്റ്റേഷനിൽ പ്രതി സിദ്ദീഖ് അലിക്കെതിരെ 14 പേജുള്ള പരാതി നൽകുകയും ചെയ്തു. പ്രതികൾക്കെതിരെ മൊഴി നൽകാനിരിക്കവെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ ചാലിയാർ പുഴയിൽ നിന്നും കണ്ടെടുക്കുന്നത്. കരാട്ടെ അധ്യാപകൻ സിദ്ദീഖ് അലി റിമാൻഡിലായ ശേഷം ലൈംഗിക പരാതികളുമായി നിരവധി കുട്ടികൾ മുന്നോട്ട് വന്നിരുന്നു. വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് പ്രതിക്കെതിരെ പരാതികൾ ഉയർന്നത്. വാഴക്കാട് പോലീസ് പോക്സോ പ്രകാരം നിലവിൽ പ്രതിയെ റിമാൻഡ് ചെയ്തു. അതേസമയം സിദ്ദീഖ് അലിയിൽ നിന്നും ലൈംഗികാതിക്രമമുണ്ടായ നിരവധി പേരാണ് ഇനിയും മുന്നോട്ട് വരാനുള്ളത്. പ്രതിയോടും പ്രതിയുടെ രാഷ്ട്രീയ പിൻബലത്തോടും സമൂഹത്തോടുമുള്ള ഭയം കാരണം കുട്ടികൾ മുന്നോട്ട് വരാൻ ധൈര്യപ്പെടാത്ത സാഹചര്യവും നിലവിലുണ്ട്. വിഷയത്തിൽ ഗൗരവം മനസ്സിലാക്കിയ ശിശുക്ഷേമ വകുപ്പ് കുട്ടികളെ കൗൺസിലിംഗിന് വിധേയരാക്കിയിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നിരവധി സ്കൂളുകളിൽ കരാട്ടെ അഭ്യസിച്ചിരുന്ന ഇയാൾക്കെതിരെ മുൻപും നിരവധി പരാതികൾ ഉയർന്നിരുന്നു. അന്നും ഭയം കാരണം ആരും പരാതിയുമായി മുന്നോട്ട് വരാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ 17കാരി കൊല്ലപ്പെട്ടിട്ട് 1 വർഷം തികയുമ്പോഴും കേസിന്റെ മെല്ലപ്പോക്കും നിഷ്പക്ഷതയും സംശയിച്ചുകൊണ്ടും കുടുംബവും നാട്ടുകാരും സഹപാഠികളും രംഗത്തെത്തി. അപാര നീതിബോധവും ധൈര്യവും കാണിച്ചിരുന്ന മിടുക്കിയായ തങ്ങളുടെ കൂട്ടുകാരിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ശക്തവും നിഷ്പക്ഷവുമായ അന്വേഷണം ആവശ്യപ്പെട്ട് റഹ്മാനിയ സ്കൂൾ വിദ്യാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകി. അന്വേഷണത്തിലെ പോരായ്മകൾ ഗൗരവമുള്ളതാണെന്നും മകളുടെ കൊലപാതകം ആത്മഹത്യയായി ചിത്രീകരിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും വിഷയത്തിൽ CBI അന്വേഷണം അനിവാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് മാതാവ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയിട്ടുണ്ട്. ഒരു കൊലപാതകമാണ് കുട്ടിയുടേതെന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നതിന് സഹായകരമാകുന്ന നിരവധി ഘടകങ്ങളുണ്ട് എന്ന് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും നിരീക്ഷിക്കുന്നത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിഷയങ്ങളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടെന്നാണ് കമ്മീഷൻ നിരീക്ഷിക്കുന്നതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. 2005 ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷൻ ആക്ടിലെ 15ാം വകുപ്പ് പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ അധികാരം ഉപയോഗിച്ച് കേസ് CBIക്ക് കൈമാറാനുള്ള നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വിഷയത്തിൽ ഇടപെട്ട കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാറാണ് 2024 സെപ്റ്റംബർ മാസം ഉത്തരവിട്ടിരിക്കുന്നത്. എവിടെയും എത്താത്ത അന്വേഷണം കുട്ടി കൊല്ലപ്പെട്ട് 1 വർഷമാകുമ്പോഴും കുട്ടിയുടെ മൊബൈൽ ഫോൺ പോലും തുറക്കാൻ ആകാതെ ക്രൈംബ്രാഞ്ച് വലയുകയാണ്. അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ച നാട്ടുകാരും സുഹൃത്തുക്കളും രംഗത്തുണ്ട്. കൊലപാതകത്തിലേക്ക് നയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും തെളിവുകളും ഉണ്ടായിട്ടും വിഷയത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കുന്നില്ല എന്നാണ് പരാതി. സത്യസന്ധമായ അന്വേഷണമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും മകളെ കൊലപ്പെടുത്തിയവരെ കണ്ടെത്തണമെന്നും നീതി ലഭിക്കും വരെ പോരാടുമെന്നും 17കാരിയുടെ കുടുംബം അറിയിച്ചു. അതിനിടയിൽ കുട്ടിയുടെ മരണം ഒരു ആത്മഹത്യയായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തെ ശക്തമായി എതിർത്തുകൊണ്ട് 17കാരിയുടെ സഹപാഠികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കുട്ടിയുടെ 1ാം ചരമവാർഷികത്തിൽ അനുസ്മരണ പരിപാടി ഫെബ്രുവരി 22 വൈകിട്ട് 4 മണിക്ക് ചാലിയാർ പുഴയുടെ തീരത്ത് എളമത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട്. അന്ന് രാഷ്ട്രീയ, സാംസ്കാരിക, സാഹിത്യ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും പങ്കെടുക്കും. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.